ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി പറയും. കട്ടിളപ്പാളി കേസിൽ 90 ദിവസം പൂർത്തിയായത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. നാളെ ഉപാധികളോടെയുള്ള സ്വാഭാവിക ജാമ്യം ലഭിക്കും. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ നാളെ ജയിൽ മോചിതനാവില്ല. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം കോടതി നൽകുമെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ മറ്റൊരു കേസിൽ ഈ 90 ദിവസം കഴിയാത്തതിനാൽ പത്മകുമാർ നാളെ എന്തായാലും പുറത്തിറങ്ങില്ല. അത്രയും അറിയാൻ കഴിയുന്നു. ഗൗതം, കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് എ പത്മകുമാറിനെ SIT സംഘം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീടാണ് ദ്വാരപാലക ശില്പ കേസ് കൂടെ രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യം അറസ്റ്റിലാകുന്നത് കട്ടിളപ്പാളി കേസിലാണ്. ഈ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിച്ച വിജിലൻസ് കോടതിയാണ് നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യമാണ് തേടിയിരിക്കുന്നത്. തീർച്ചയായും മറ്റു പ്രതികൾക്ക് നൽകിയതുപോലെ തന്നെ, അതായത് SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഈ സ്വാഭാവിക ജാമ്യം പത്മകുമാറിന് ലഭിച്ചേക്കും. കട്ടിളപ്പാളി കേസിൽ ഈ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പ കേസിൽ ഈ റിമാൻഡ് കാലാവധി കഴിയാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഈ ഒരാഴ്ചയ്ക്കകം തന്നെ സ്വാഭാവിക ജാമ്യ ഹർജി ദ്വാരപാലക ശില്പ കേസിൽ കൂടെ സമർപ്പിക്കും. ആ കേസിൽ കൂടെ ജാമ്യം കിട്ടിയാൽ മാത്രമേ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കുകയുള്ളൂ. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. പത്തനംതിട്ട ജില്ലയിലെ നേതാവും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം CPM-ന് വലിയ ഒരു പ്രതിസന്ധി നേരിട്ട സമയം കൂടെയായിരുന്നു പത്മകുമാറിൻ്റെ അറസ്റ്റ്. അതോടൊപ്പം തന്നെ N വാസുവിൻ്റെയൊക്കെ അറസ്റ്റ്. N വാസു, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ പത്മകുമാറാണ് ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചതും അതിലിനി ജാമ്യം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നതും. എന്തായാലും SIT-യെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നത് CPM നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കോടതി വിധി പറയാൻ പോവുകയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ഈ കേസിൽ സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കും. മനോജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.